ഇവിടെ ഈ മുത്തശ്ശൻ തന്റെ പേരക്കുട്ടികളുടെ വിരൽ മുറിക്കുന്നു. കാരണം ഭൂമിയിൽ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഓരോ ഫാമിലിക്കും ഓരോ കുട്ടി മതിയെന്ന നിയമം വരുന്നു. ഒന്നിൽ കൂടുതൽ കുട്ടികൾ ജനിച്ചാൽ ഒരാളെ മാത്രം ഫാമിലിക്ക് നൽകി ബാക്കിയുള്ളവരെ ക്രയോസ്ലീപ്പ് എന്ന പ്രോസസ്സിലൂടെ ഒരു പോഡിൽ അടയ്ക്കുന്നു. ഭാവിയിൽ പോപ്പുലേഷൻ കുറയുമ്പോൾ അവരെ പുറത്തിറക്കുമെന്ന് പറയുന്നു. നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന്റെ മകൾക്ക് 7 കുട്ടികൾ ജനിക്കുന്നു. ഇദ്ദേഹം അവരെ വർഷങ്ങളോളം ഗവൺമെന്റിന്റെ കണ്ണിൽപ്പെടാതെ വളർത്തുന്നു. ഇന്ന് ആദ്യമായി അവരിൽ ഒരാൾ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സോൾജർ അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് സ്കാൻ ചെയ്യുന്നു. അതിനുശേഷമാണ് അവളെ പോകാൻ അനുവദിക്കുന്നത്. ഓരോ ദിവസവും അവരിൽ ഓരോരുത്തർ ആ ബ്രേസ്ലെറ്റ് ധരിച്ച് സ്കൂളിലേക്ക് പോകുന്നു. ബാക്കിയുള്ളവർ വീട്ടിൽ കഴിയുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടി തിരിച്ചു വന്നതിന് ശേഷം അന്നത്തെ ദിവസം സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഒരു ഹിഡൻ ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നു. അതിൽ ഓരോ കുട്ടിക്കും ആഴ്ചയിലെ ഓരോ ദിവസത്തിന്റെയും പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു ദിവസം മുത്തശ്ശൻ ഒരു കുട്ടിയെ കൊണ്ട് പുറത്തുപോയ സമയം ഇവൾ ആരും അറിയാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. ഒത്തിരി സമയമായിട്ടും അവൾ തിരിച്ചു വരാത്തത് കൊണ്ട് മുത്തശ്ശൻ ടെൻഷൻ ആവുന്നു. പെട്ടെന്ന് ആരോ കതകിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. മുത്തശ്ശൻ ബാക്കി എല്ലാവരെയും മറഞ്ഞിരിക്കാൻ പറഞ്ഞ് ഒരാളെ മാത്രം അവിടെ ഇരുത്തിയിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. നോക്കുമ്പോൾ അത് ആ പെൺകുട്ടിയാണ്. അവൾ കളിക്കുന്നതിനിടയിൽ അവൾക്കൊരു വിരൽ നഷ്ടമായി. അവളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് കാരണം മറ്റു കുട്ടികളുടെ ഐഡന്റിറ്റിക്കും പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് മുത്തശ്ശൻ തന്റെ ബാക്കി പേരക്കുട്ടികളുടെയും വിരൽ മുറിക്കുന്നു.